കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മനോരമ ഹോർട്ടൂസ് 2025 അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ച പ്രത്യക്ഷത്തിൽ അക്കാദമിക് സ്വഭാവമുള്ള ഒന്നായിരുന്നെങ്കിലും സമകാലിക ഇന്ത്യൻ ഭൗതിക വ്യാപാരങ്ങളിലെ ആഴത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് തുറന്നു കാണിച്ചത്. പ്രത്യേകിച്ചും പാനലിസ്റ്റുകളിൽ ഒരാളായ ശ്രീജിത്ത് പണിക്കരുടെ ഇടപെടൽ ആധുനിക അംബേദ്കർവാദികൾ ശ്രദ്ധാപൂർവ്വം നിർമ്മിച്ചെടുത്ത രാഷ്ട്രീയമായി സൗകര്യപ്രദമായ അംബേദ്കർ എന്ന ഏകശിലാ വിഗ്രഹത്തെ വ്യവസ്ഥാപിതമായി തകർത്തു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ സാർവത്രികമായിട്ട് നമ്മൾ കാണുന്ന വസ്ത്രമാണ് നമ്മൾ ഇവർ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ ബുർഖ. ഓക്കെ, ഈ പർദ്ദയെക്കുറിച്ച് ബുർഖയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ദീസ് ബുർഖ വിമൻ വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹിഡിയസ് സൈറ്റ്സ് വൺ ക്യാൻ വിറ്റ്നസ് ഇൻ ഇന്ത്യ. ബുർഖ ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ടോ? ഇത് പറഞ്ഞത് ജി സുകുമാരൻ നായരായിരുന്നെങ്കിലോ? ഇത് പറഞ്ഞത് വെള്ളപ്പള്ളി നടേശൻ ആയിരുന്നെങ്കിലോ? നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും? ഇന്നത്തെ കാലത്തോ അന്നത്തെ കാലത്തോ സാമൂഹ്യ പ്രസക്തിയുള്ള നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണോ ഇത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കറൈറ്റുകൾ ചിന്തിക്കണം എന്നാണ്. അംബേദ്കർ എങ്ങനെ വായിക്കണം എന്നൊന്നും ആരോടും പറയാൻ പറ്റില്ല. സൗകര്യമുള്ള പോലെ ആൾക്കാർ വായിക്കും. ശ്രീജിത്ത് പണിക്കരുടെ കേന്ദ്രവാദം ഇതായിരുന്നു: അംബേദ്കറെ കുറിച്ചുള്ള ചർച്ചകൾ ഹിന്ദു ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ മാത്രം ബോധപൂർവ്വം തളച്ചിടുന്നു. എന്നാൽ മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്ന അതിനിശിതമായ വിമർശനങ്ങൾ സൗകര്യപൂർവ്വം മറച്ചുവെക്കപ്പെടുന്നു. ഈ ഇരട്ടത്തപ്പിനെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് വായന എന്ന് കൃത്യമായി വിശേഷിപ്പിച്ചു. ആദിവാസികൾ LLB പഠിക്കാനായിട്ടാണോ, LLBക്ക് പോകാനായിട്ടാണോ, മുസ്ലിങ്ങൾ പോകാനായിട്ടാണോ? പോകുന്നുണ്ട്, പക്ഷേ അവരെ പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു സാമൂഹ്യ സംവിധാനം. അംബേദ്കറുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദപരമായ കാഴ്ചപ്പാടുകൾ പണിക്കർ സദസ്സിന് മുമ്പിൽ തുറന്നുവച്ചു. താൻ ഉദ്ധരിക്കുന്നത് അംബേദ്കറെയാണെന്ന മുഖവരിയോട് കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച സഹ പാനലിസ്റ്റുകളെ പ്രതിരോധത്തിലാക്കിയ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എന്റെ പോയിന്റിനെ ഇവർ രണ്ടൊരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്ന നല്ല മറുപടി. ഇത് ഞാൻ പറഞ്ഞ ആരോപണത്തിനെ നിങ്ങൾ ശരിവെക്കുകയാണ്. നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ്. ധരിച്ച സ്ത്രീകളെ കുറിച്ചുള്ള അംബേദ്കറുടെ നിരീക്ഷണം അദ്ദേഹം ഉദ്ധരിച്ചു. അംബേദ്കറുടെ വീക്ഷണത്തെ പണിക്കർ മലയാളത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്: മൗലാന മുഹമ്മദ് അലിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്യന്തികമായ കൂറ് ഇന്ത്യയോടാണോ അതോ എന്ന അംബേദ്കറുടെ സംശയവും അദ്ദേഹം ചർച്ചയിൽ